പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, അങ്ങയുടെ മക്കളുടെ യാത്രകളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ലോകമെമ്പാടും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. അതിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെ, ഏകസ്ഥരായി താമസിക്കുന്നവരെ, ഒരു അഭിപ്രായമോ ഒരു തീരുമാനം എടുക്കാൻ അഭിപ്രായം ഇല്ലാത്തവരെ, അഭിപ്രായം പറയാനില്ലാത്തവരെ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നീളുന്ന വിഷയങ്ങൾ അങ്ങനെ തിരുസേനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഗവൺമെന്റ് ഓഫീസിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവിടെ യാത്രകളെല്ലാം ശുഭമാക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്വർഗീയപ്പാ, അങ്ങിപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങ് കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ശാരീരിക ആവശ്യതകൾ, മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥകൾ, സ്വസ്ഥത നഷ്ടപ്പെട്ടവരെ, ഹൃദയഭാരം പേറുന്നവരെ, ഉറക്കമില്ലാത്തവർ, ഭക്ഷരോഗികൾ, ഷുഗർ രോഗികൾ, മുട്ടുപിരിഞ്ഞു പോകുന്നവരെ, രോഗം മൂർച്ഛിക്കുന്നവരെ, എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ മേൽ മൂർധാവ് തളിക്കപ്പെടട്ടെ. ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കൊശങ്ങളിലും പെശുകളിലും കർത്താവിൻ്റെ ശക്തി നിർഗമിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ട് ഒരു ആത്മവിശ്വാസത്തോടെയുള്ള വിശ്വാസ ജീവിതം, വിശ്വാസ ജീവിതത്തിന് തന്നെ പല ആൾക്കാർക്കും ആത്മവിശ്വാസമില്ല. ചിലർക്ക് ആത്മവിശ്വാസമുണ്ട്. കാര്യം ഈ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ആത്മധൈര്യം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം അതിനുള്ള ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗം എന്താ?
നമ്മുടെ ആസ്തി ഭദ്രത വർദ്ധിപ്പിക്കുന്നതാണ്. എന്താണ് ആസ്തി ഭദ്രത എന്ന് പറയുന്നത്? നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവാണ്. പഴയ നിയമത്തെ ലീഡറിൻ്റെയും പുതിയ നിയമത്തെ ലീഡറിൻ്റെയും ഒരു കോമൺ മൗലികമായ ഒരു കോമൺ ഫാക്ടറുണ്ട്. പഴയ നിയമത്തിലെ ലീഡർ ആരാണ്? മോസസ്. പുതിയ നിയമത്തിലെ ലീഡർ ആരാണ്? പത്രോസ്. പത്രോസിനോടും മോസസിനോടും തമ്മിലുള്ള ഇവർ തമ്മിലുള്ള കോമൺ ഫാക്ടർ എന്താ അറിയാമോ? ഇവർക്ക് കുറിച്ച് ദൈവത്തിന് നല്ല അറിവുണ്ട്. അതുതന്നെയാണ് മോസസിൻ്റെയും പത്രോസിൻ്റെയും ആത്മവിശ്വാസത്തിന് ആധാരം. ആ ആത്മവിശ്വാസമാണ് ഇവർക്ക് രണ്ടുപേർക്കും ആത്മധൈര്യം നൽകിയത്. ഇപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെക്കുറിച്ച് അറിവുണ്ടാകണം, നല്ല അറിവുണ്ടാകണം ദൈവത്തിന്. ഇപ്പം മോസസിനോട് ഇപ്പം കാര്യങ്ങൾ സാധിക്കുന്നില്ലേ? പല വിഷയങ്ങളും നമ്മൾ പറയുന്നത് ദൈവം നമ്മളെ സഹായിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ദൈവത്തെ നമ്മളെക്കുറിച്ചുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കാര്യം, ഒരു ഫാക്ടർ അതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവം പറയുന്നില്ലേ, നീ ഈ പറഞ്ഞ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരാം. കാരണം എന്താണ്? എനിക്ക് നിന്നെ അറിയാം. പുറപ്പാട് 33:17. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും. പല പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എക്സസൈസ് കാര്യത്തിൻ്റെ അധിക കാര്യമായി. ഇപ്പം ഈ അധിക കാര്യമാണെങ്കിൽ പോലും ഞാൻ നിനക്ക് ചെയ്തു തരാം. കാരണം എന്താണ്? എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ. അതായത് ദൈവത്തിന് അറിയാവുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകുന്നതാണ്. അപ്പം ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകുന്ന കുറേ കാര്യങ്ങൾ മോസസിൻ്റെ നിലപാടിലും നയത്തിലും സമീപനത്തിലും ഒക്കെ ഉണ്ട്. അതാണ് ഇങ്ങനെ ലീഡറാക്കണതിൻ്റെ കാരണം. അപ്പം അതിൻ്റെ അകത്ത് ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അബിമലേക്കും അവരുടെ യുദ്ധമില്ലേ, പുറപ്പാട് 17 യുദ്ധം. അപ്പോൾ മോസസ് യുദ്ധം പ്രാർത്ഥനയെ യുദ്ധം പോലെ തന്നെയാണ് കാണുന്നത്. ജോഷുവനെ യുദ്ധം ചെയ്യാൻ വിടുന്ന പോലെ തന്നെയാണ് മോസസ് പ്രാർത്ഥനയെ കാണുന്നത്. താഴ്വാരങ്ങളിൽ ജോഷുവ യുദ്ധം ചെയ്യുമ്പോൾ മലമുകളിൽ മോസസ് യുദ്ധം ചെയ്യും. എന്താണ്? കൈ ഉയർത്തിപ്പിടിച്ച് എന്നാണ് യുദ്ധം ചെയ്യും. പ്രാർത്ഥനാ ജീവിതത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത ഒരാളാണ് മോസസ്. പക്ഷെ അത് എൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതുകൊണ്ട് മോസസ് എന്ന് പറയുന്നുണ്ട് പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. പുറപ്പാട് 17:11 മോശ കരങ്ങളുയർത്തി പിടിച്ചിരുന്നപ്പോഴെല്ലാം. അപ്പൊ യുദ്ധം ചെയ്യണത് യുദ്ധമാണത്. എന്താണ്? മോസസ് യുദ്ധം ചെയ്തപ്പോഴെല്ലാം, പ്രാർത്ഥിച്ചപ്പോഴെല്ലാം എന്നുള്ള രീതിയിലാണ് പറയണത്. മോസസ് കരങ്ങൾ ഉയർത്തി പിടിച്ചപ്പോൾ എല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. ഇത് ജോഷുവയും ഇത് അംഗീകരിക്കുന്നുണ്ട്. കാര്യം വാളുകൊണ്ടല്ല ഇസ്രായേൽ യുദ്ധം ചെയ്യണത്, കർത്താവിൻ്റെ വചനം കൊണ്ടാണെന്ന് ഉള്ള ഈ ആശയം യുദ്ധം ചെയ്യുന്ന ആളിനുമുണ്ട്. അതുകൊണ്ടാണ് അഹ്റോനും ഹൂറും മോസസിന് ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ട് മോസസിൻ്റെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കണത്. എന്തൊരു കാഴ്ചയാണെന്നറിയാവോ? നമ്മളൊരു ജന്മം പറഞ്ഞാൽ തീരത്തില്ല അതിൻ്റെ ഊർജ്ജം. അത്രയ്ക്ക് ഊർജ്ജ സ്രോതസ്സാണ് ആ സംഭവം. ദൈവം സ്ഥാപിച്ച ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എൻഡെന്ന് പറയണത്, നിയോഗം എന്ന് പറയണത് ക്രിസ്തുവാണ്. അല്ല, നിങ്ങൾ സിൽവർ ഗ്രേ ആണ് ഉടമ്പടി എന്ന് പറഞ്ഞിട്ട് കാര്യം. എനിക്ക് സിൽവർ ഗ്രേ ഉടമ്പടി കാണുമ്പോൾ തന്നെ എനിക്ക് ഇത് പറയാൻ തുടങ്ങും. ആൾ സിൽവർ ഗ്രേ ആണ്, പക്ഷേ ഞാൻ ഈ സിൽവർ ഗ്രേക്കാരോട് സംസാരിക്കത്തില്ല. എന്താ കാര്യം? ആ കാരണമുണ്ട്. ഈ സിൽവർ ഗ്രേ ആയിട്ട് ഇപ്പോഴും ഇവർ ആട് പ്രസവിക്കണം, അമ്മ പ്രസവിക്കണം പറഞ്ഞ് നടക്കുക നാളെ ഇല്ലാത്തവർക്ക്. അപ്പം അർത്ഥം ഇവരുടെ ഉടമ്പടിയിൽ എവിടെയോ ഇവർ കളങ്കം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ സത്യസന്ധമായ ഉടമ്പടി എടുക്കുന്നവർ അവരൊരു ടൈം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആവശ്യങ്ങൾ വെക്കത്തില്ല. അവർ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കും.
ഇപ്പോഴും സിൽവർ ഗ്രേക്കാരനും വസ്തു വിൽക്കണം പറഞ്ഞ് നടക്കണം എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ്. അതൊക്കെ എൻ്റെ സമയത്ത് ദൈവം നടത്തിക്കൊള്ളും. ഞാൻ എൻ്റെ ദൈവത്തിന് ജോലി ചെയ്യും. ഇത് ശേഷിച്ച കാലം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കും. അതാണ് എൻ്റെ സിൽവർ നിയോഗം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സിൽവർ ഗ്രേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാവില്ല, നമുക്ക് കൈ കഴുകി തുറേണ്ട ആൾക്കാരാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല, ഇപ്പോഴും നാട്ടിൽ സ്ഥലം മേടിക്കണം, ജെട്ട് നടപടിയാണെന്ന് പറഞ്ഞ് മുങ്ങിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല. അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഇനിയും ഭൗതിക നിയോഗങ്ങളുമായിട്ടാണ് അവർ ഉടമ്പടി ചെയ്യണമെങ്കിൽ ഞാൻ പറയും അവർക്ക് ഉടമ്പടി ചേഞ്ച് ചെയ്ത് കൊടുക്കരുതെന്ന് പറയും. എന്താ കാര്യം? അങ്ങനെ പച്ചയും മഞ്ഞയും നീലയും മാറണതല്ല ഉടമ്പടി ജീവിതമാണ്. ഓരോ ഘട്ടം കഴിയുമ്പോഴും അവൻ ദൈവത്തിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കും. ഓരോ ഘട്ടം കൊണ്ടും കഴിയും തോറും അവർ മറ്റുള്ളവരെ കൂടി ദൈവത്തിലേക്ക് കൊണ്ടുവരും. മറ്റുള്ളവരാണ് പ്രശ്നം. നിങ്ങൾ എന്തുമാത്രം മാനസികമായി ക്ലേശിക്കുന്നവരാണോ അതിൻ്റെ അർത്ഥം മറ്റുള്ളവരിലേക്ക് തിരിയൂ, അവരുടെ വിശ്വാസം സംരക്ഷിക്കുമെന്നാണ്. അതാണ് 22:31 ലുക്ക 22:32. ശിമയോൻ, സാത്താൻ നിന്നെ ഗോതമ്പ് മണി പോലെ പാറ്റാൻ നോക്കുന്നു. ഐ വാസ് പ്രേയിങ് ഫോർ യു. അപ്പം നീ ഇനി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നിനക്ക് ഈ ഉടമ്പടിയിൽ ഇരുന്നിട്ടോ നിനക്ക് പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഐ വിൽ പ്രേ ഫോർ യു. നിൻ്റെ കാര്യം ഞാൻ നോക്കാം. ഇനി മറിയം പോലും ആവശ്യമില്ല. പക്ഷേ നീ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ കാര്യം തിരക്കണം, അവരുടെ വിശ്വാസം സംരക്ഷിക്കണം, അവരെ വിശ്വാസത്തിൽ നിർത്തണം, അവരെ കൃപയിൽ വളർത്തണം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പം കാര്യങ്ങൾ ഏറെക്കുറെ ധാരണ എത്തിയില്ലേ? അപ്പോൾ ഈ മകൾ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ വീണ്ടും കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും ഭൗതിക സാഹചര്യം മാറിയിട്ടില്ലല്ലോ. അത് വീണ്ടും മോശമാകും, വളരെ മോശമാകും. അപ്പം മോശമാകുമ്പോഴേ ഇവളെ പിടിച്ചു നിർത്തണം വിജയകുമാർ സാറിൻ്റെ ധ്യാനമാണ്. സാറെന്താ പറഞ്ഞിരിക്കണത്? നിങ്ങൾക്ക് ഉടമ്പടി എടുത്താൽ ഓർക്കുക, അടുത്ത കുറച്ച് ദിവസത്തേക്ക് പുതിയ പ്രശ്നങ്ങളുണ്ടാകും. അത് നിങ്ങളെ അതുകൊണ്ട് അവളെ പിടിച്ചു ചെയ്യുന്നു. അവൾ പിടിച്ചു ചെയ്യുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ മുമ്പത്തെ രൂക്ഷമാണ്. ഭർത്താവിന് മാറിയിട്ടില്ല, ഭർത്താവിൻ്റെ അമ്മ മാറിയിട്ടില്ല, കുടുംബം മാറിയിട്ടില്ല. പക്ഷെ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവളുടെ മനസ്സിൽ തോന്നി, അമ്മായിയമ്മ പല ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ കാരണം തന്നെയാണ് ഭർത്താവിന് ഭ്രാന്ത് വന്നതെന്ന് അല്ലെ മാനസിക രോഗം വന്നതെന്ന് പറഞ്ഞു വരുത്തി അവരാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. പക്ഷേ ഞാൻ പോയി കുമ്പസാരിച്ചതിന് ശേഷം ഞാൻ വന്ന് ഉടമ്പടി നിർവർത്തിക്കുമെന്ന് പറഞ്ഞു. അവിടെ പോയി പോയി കുമ്പസാരിക്കും. അവരുടെ കയ്യിൽ നിന്നുള്ള മിസ്റ്റേക്ക് മാത്രമുണ്ടെങ്കിൽ അത് കുമ്പസാരിച്ചിട്ട് പാപക്ഷമ സ്വീകരിക്കും. എന്നിട്ട് പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അമ്മയ്ക്ക് കൊടുത്തിട്ട് പറയും, അമ്മേ എൻ്റെ കയ്യിൽ നിന്ന് വല്ല അബദ്ധവും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒരു കുമ്പസാരത്തിൻ്റെ പോക്ക് കണ്ടില്ലേ? അന്ന് അവൾ കുടുംബപ്രാർത്ഥന നടത്തുമ്പോൾ അമ്മ TV ഓഫ് ചെയ്ത് അവിടെ കൂടെ നിന്നൊന്ന് പ്രാർത്ഥിക്കും. പിന്നെ അവൾ പറയും, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ബർത്ത്ഡേക്ക്, എൻ്റെ കുഞ്ഞിന് 4 വയസ്സുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ബർത്ത്ഡേക്ക് ഒരിക്കലും എനിക്ക് കുഞ്ഞിനെ ഒന്ന് പള്ളിയിൽ കൊണ്ടുപോകാൻ തോന്നിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല. ഭർത്താവ് കുഞ്ഞിനോട് ഭയങ്കര പൊസസീവാണ്. നീ പോ അവരെ കൊണ്ടുപോകണ്ടെന്ന് പറയും. പക്ഷെ ഞാൻ കുമ്പസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആയി. അപ്പോൾ അവൻ്റെ അമ്മ കിടക്കുമ്പോഴേ ഭർത്താവ് കുഞ്ഞിനെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെ അവളെ എടുത്തിട്ട് പറഞ്ഞ്, ഇന്ന് ബർത്ത്ഡേ ആണ്, പള്ളി കൊണ്ടുപോട്ടെ എന്ന്. അയാൾ ഒന്നും വേണ്ടിയില്ല. ഞാൻ കുഞ്ഞിനെ പള്ളി കൊണ്ടുവന്നു. എന്നിട്ട് കാറിൽ കൊണ്ടുവന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് കുഞ്ഞിനെ കുർബാന കൊണ്ടുവന്ന് കുർബാന കഴിഞ്ഞപ്പോൾ എന്നെ ഓർത്ത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്ത ഏറ്റവും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഈശോനെ കാണിച്ചതെന്ന്. ഉടമ്പടി ഒരു സ്വർഗയാത്രയാണ്. ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിൻ്റെയും കൃപയുടെയും സ്വർഗയാത്ര. നിങ്ങൾക്കത് അവകാശമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികളെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഒരു മാതൃകാ സാക്ഷ്യം എന്ന് പറയുന്നത് കൃപാറോയിയുടെ സാക്ഷ്യമാണ്. കൃപാറോയി ഒരു BSc കംപ്ലീറ്റ് ചെയ്ത ഒരു നേഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളാണ്. അവർക്കൊരു 22 വയസ്സുണ്ട്. പക്ഷെ അവരുടെ സാക്ഷ്യം ഇട്ടതിന് ശേഷം പെട്ടെന്നത് 88,000 എൻ്റെ വ്യൂവേഴ്സ് കൂടി. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതിൻ്റെ ചില സാക്ഷ്യങ്ങൾ എങ്ങനെ ഇട്ടാലും ഒരു 20,000 അപ്പുറത്ത് പോകത്തില്ല. പക്ഷേ ഇത് പെട്ടെന്നാണ് ഈ സാക്ഷ്യം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു സത്യമുള്ളത് കൊണ്ടാണ്. നമ്മളെപ്പോഴും നമുക്കറിയാമല്ലോ, ഉടമ്പടിയുടെ ഒരു രീതി എന്ന് പറയുന്നത്, ഉടമ്പടി 2 കാര്യങ്ങൾ കൂടുമ്പോഴാണ് നമുക്ക് ഈ മഹത്വം ഉണ്ടാകുന്നത്.
മനസ്സിലായി. നമുക്ക് ഈ ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയുന്ന സോക്കോൾഡ് ബ്ലെസ്സിങ്സ് അത് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ്. പക്ഷേ അത് സ്പീഡപ്പ് ആകണം. ഇപ്പോൾ ഫിസിക്കാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരാത്മകത, ജഡത്വം, അതിൻ്റെ അകത്ത് ജോലിയുണ്ട്, വീടുണ്ട്, വിവാഹമുണ്ട്, മക്കളുണ്ട്, പ്രൊമോഷനുണ്ട്, PR ഉണ്ട്, അതെല്ലാം പല കാര്യങ്ങൾ കൊണ്ടാണ് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതിന് നമുക്ക് ബ്ലെസ്സിങ്സാണ് വേണ്ടത്. ഈ ബ്ലെസ്സിങ് തന്നെ നമുക്ക് ലഭിക്കുന്നതിന് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. ഉടമ്പടിയുടെ ഫോർമുല അതാണ്. ബ്ലെസ്സിങ്സ് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് സ്പീഡപ്പ് ചെയ്യണത്, അതിൻ്റെ അനുധാരികൾ എന്താണ്, അതാണ് ഉടമ്പടി ധ്യാനത്തിലൂടെ നമ്മൾ അന്വേഷിക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ ഉടമ്പടി ധ്യാനത്തിലൂടെ ആരാധനയിലൂടെ അങ്ങയെ അടുത്തനുഭവിക്കാൻ കർത്താവിന്റെ വചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:14 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ കൃപയും സത്യവും നിറഞ്ഞ പിതാവിന്റെ ഏകജാതനെ അടുത്ത മഹത്വത്താൽ ഉടമ്പടി വഴി ഞങ്ങളെയും അങ്ങ് മഹത്വപ്പെടുത്തണമേ. അതിനായി സ്വർഗ്ഗത്തിന്റെ പാഠങ്ങൾ ഞങ്ങളെയും പഠിപ്പിക്കണമേ. അമ്മേ പരിശുദ്ധമേ, മാതാവേ, ഈശോയെ ഞങ്ങൾക്ക് ലോകത്തിന് നൽകിയതുപോലെ കാലങ്ങളിലെ മരിയൻ മിഷനായി യേശുവിനെ സ്വീകരിക്കാനും യേശുവിനെ ലോകത്തിന് കൊടുക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവർക്കും വേണ്ടി അമ്മേ, ദേവമാതാവേ, വാസനമാതാവേ, ഈ ആരാധനയിൽ മാധ്യസ്ഥം വഹിക്കണമേ. വേറെ സാക്ഷ്യത്തിന്റെ ഫസ്റ്റ് ഭാഗം ഇതാണ്. അവൾ കേരളത്തിലെ നല്ല ഒരു ട്രെയിനിങ് കോളേജിലാണ് പഠിച്ചത്, OITക്കൊക്കെ പഠിച്ചതേ. പക്ഷേ അത് എല്ലാം C+ ആയിപ്പോയി. അപ്പോൾ നമ്മൾ വരുന്ന വഴികൾ എപ്പോഴും ഇതുപോലെയുള്ള ചില അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഡൗണായി പോകരുത്. നമ്മൾ ഡൗണായി പോകുന്ന സാഹചര്യങ്ങളും സത്യത്തോടെ ദൈവത്തിൻ്റെ കൈകളിൽ പിടിക്കാനാണ്. നമ്മളെല്ലാവരും കൈകളിൽ പിടിക്കുന്നവരാണ്. പിടിച്ചില്ല സത്യമില്ല, നോളം ഉണ്ടാകും കുറേ. അത് ബൈബിൾ അത് അംഗീകരിക്കണില്ല. അതാണ് പ്രശ്നം. നീ എപ്പോഴും നോക്കേണ്ടത് നിൻ്റെ ദൈവത്തിലുള്ള റിലയൻസ്, ആശ്രയം സത്യമാണോ എന്ന് നോക്കണം. അതെപ്പോഴും ഭയങ്കര കാര്യം. നമ്മൾ ബൈബിളിൽ തന്നെ ഫിഡലിറ്റി എന്നൊക്കെ പറയും. ഫിഡലിറ്റി സത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ ബൈബിളിൽ ഉടമ്പടിയിൽ നമ്മൾ എപ്പോഴും ഡീൽ ചെയ്യുന്നത് ഫെയ്ത്ത് അല്ല, ഫിഡലിറ്റിയാണ്. വിശ്വാസമല്ല, വിശ്വസ്തതയാണ്, അല്ലേ? പക്ഷേ വിശ്വസ്തത പോലും നമ്മുടെ സം ടോട്ടാലിറ്റി, നമ്മുടെ അതിൻ്റെ ആധ്യാത്മികതയുടെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ കൃപ ഡയറക്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നത് സത്യമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൃപ റോയി എന്താ ചെയ്യണത്? അടുത്തത് അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ഇവിടെ ഹോസ്റ്റലിൽ. ഇവർ എല്ലാം C+ അടിച്ച് തോറ്റു തൊപ്പി വിട്ടൊക്കെ ഇരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കൃപ റോയി കുഞ്ഞിനോട് പറയും, നീ കൃപാസനം ചെല്ലേ, അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുക്കാൻ പറയും. അപ്പോൾ നമുക്കറിയില്ല, ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ബയലാട്രൽ എഗ്രിമെൻറ്റാണ്, അല്ലേ? നമ്മൾ സാധാരണ സിംഗിൾ എഡ്ജ് പ്രെയർ, അതിൻ്റെ റിസപ്റ്റേഷൻ, അതിൻ്റെ മെക്കാനിസത്തിൽ നിന്ന് ആ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുകയാണ്. നമ്മൾ നേരെ ചേഞ്ച് ചെയ്യുകയാണ്. കാര്യം നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും സിംഗിൾ എഡ്ജാണ് ഉള്ളത്. അത് എന്താണത് ഗ്യാരണ്ടി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് ഗ്യാരണ്ടി ചെയ്യണില്ല. നമ്മൾ ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി അതിൻ്റെ തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യണില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള ഒരു കേവല വിശ്വാസത്തിലാണ്. നമ്മളതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ സത്യമായി നമ്മൾ വിശ്വസിക്കുന്നുവെന്ന് ദൈവത്തിന് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ അതിനകത്ത് നിക്ഷേപിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. സത്യമാണത്. അപ്പോൾ കൃപ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ വീണ്ടും ഈ പരീക്ഷ തന്നെ വീണ്ടും എഴുതുമ്പോൾ ഈ 4 C+ എന്നുള്ളത് ചേഞ്ച് ചെയ്യും. 2 C+ ആയിട്ടത് വ്യത്യാസപ്പെടും. ബാക്കിയെല്ലാം BA വരും. കുറച്ച് ഗ്രോത്ത് ഉണ്ട്, ഒരു 50% ഗ്രോത്ത് വരും ഉടമ്പടി എടുക്കുമ്പോൾ. പലർക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫേസിൽ, ഉടമ്പടിയുടെ ഫസ്റ്റ് ഫേസിൽ സാധാരണ നിലവാരത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട റിസൾട്ട് നമുക്ക് വരുന്നുണ്ട്. അതെല്ലാം എന്ത് വിഷയമായാലും പഠനത്തിൻ്റെ തന്നെ അല്ല, ജീവിതത്തിൻ്റെ ആയാലും
കേസിൻ്റെ ആയാലും, മക്കളില്ലാത്ത അവസ്ഥയായാലും, വിവാഹം ഒത്തുവരാത്ത അവസ്ഥയായാലും, ഇപ്പോൾ സ്ഥലം വിൽക്കണ വിഷയമായാലും, ആധ്യാത്മിക ജീവിതമായാലും ഒരു 10% ഹൈക്ക് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു 20% ഹൈക്ക് കിട്ടും. അപ്പോൾ ചില ആൾക്കാരെന്ന് വെച്ചാൽ പിന്നെ ഞാൻ വർക്ക് ചെയ്യണം, പിന്നെ ഉടമ്പടി സെക്കൻഡ് ഫേസിൽ വർക്ക് ചെയ്യണത്, അതുപോലെ ആ എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് ഉടമ്പടിയെക്കുറിച്ച് എഡ്യൂക്കേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ ആ പഴയതുപോലെ തന്നെ ചെയ്യും. പക്ഷേ കൃപ റോയി ഭയങ്കര ഷ്രൂഡ് ആൻഡ് ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻറ്റാണ്. അവർക്ക് എന്താ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് C+ കുറഞ്ഞു പക്ഷേ എല്ലാം B ആകാഞ്ഞത് എന്താണ്? അപ്പോൾ ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇൻട്രോസ്പെക്ഷനായി. എല്ലാവരും ഉടമ്പടി എപ്പോഴും നമുക്ക് ഇൻട്രോസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കണം. എപ്പോഴും നമുക്ക് ആന്തരിക വിചാരണ, നിരീക്ഷണമല്ല, ആന്തരിക വിചാരണ നടത്തിക്കൊണ്ടിരിക്കണം. ഞാൻ ഉടമ്പടി പക്കയായിട്ടാണോ അത് എക്സിക്യൂട്ട് ചെയ്യണത്? കാര്യം ദൈവത്തിൻ്റെ സ്ഥാനത്തു നിന്നുള്ള പ്രത്യേകത, ദൈവത്തിന് ഒറ്റ വാക്യമുള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിന് ഒറ്റ വാക്കായിരിക്കും, അത് സത്യമായ വാക്കായിരിക്കും. ഇപ്പോൾ 22:6 ഇല്ലേ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ 22:6, റൈറ്റ് ഡൗൺ ദിസ് വേർഡ് ഇസ് ട്രസ്റ്റ് വർത്തി. നിങ്ങൾ എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും. റീഡ് ഇറ്റ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. വെളിപാട് 22:6. അവൻ എന്നോട് പറഞ്ഞു, അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. അതായത് വചനം എന്ന് പറയാൻ നമുക്കറിയാം, വാക്കാണ്. അത് കേവലമായ വാക്കുകളൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. വാക്കുകളെല്ലാം വാഗ്ദാനങ്ങളാണ്. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദൈവം എന്താ വെച്ചിരിക്കണത്? ദാനം വെച്ചിട്ടുണ്ട്. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദൈവം ദാനം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഈ ദാനമാണ് നമുക്ക് പ്രയോജനപ്പെടേണ്ടത്. വാക്ക് ഒരു കവറേജാണ്, അതിൻ്റെ ഒരു പൊതിച്ചിലാണ്, ശബ്ദം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത്. ഈ ശബ്ദത്തിൻ്റെ ഉള്ളിൽ ദൈവം നിൻ്റെ ജീവിതത്തിൻ്റെ, അനുദിന ജീവിതത്തിൻ്റെയും വരാൻ പോകുന്ന നിത്യജീവിതത്തിൻ്റെയും സ്വർഗീയ ദാനങ്ങൾ വാക്കിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. ഇത് സത്യമാണ്. അതുകൊണ്ടാണ് ഈ വാഗ്ദാനം നമ്മളെന്താ ചെയ്യണത്? വാഗ്ദാനം പ്രാപിക്കുകയാണ് ചെയ്യണത്, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? എന്താ പറഞ്ഞ? ഒന്ന് പ്രാർത്ഥിച്ചേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് അല്ലേ? സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. കൈയടിച്ച് കർത്താൻ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ വാക്കുകളെല്ലാം വായിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഇതിനകത്തുള്ള ദാനങ്ങൾ പ്രയോജനപ്പെടുത്തണം. മനസ്സിലായില്ലേ? ഇപ്പം ഉടമ്പടിയിൽ 1/2 മണിക്കൂർ വചനം വായിക്കണ്ടേ? അപ്പോൾ എന്തിനാണ് വചനം വായിക്കണത്? ആ വാക്കിൻ്റെ ഉള്ളിലെല്ലാം ദാനങ്ങളുണ്ട്. അതിലെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതാണത്. എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? ഹെബ്രായർ 4:2 എന്താണ് പറഞ്ഞ്? അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എന്തെന്നാൽ അവരതിലെ വിശ്വസിച്ചില്ല. അപ്പോഴേ വചനങ്ങളെല്ലാം പ്രയോജനപ്പെടാനുള്ളതാണ്. പക്ഷെ എപ്പോഴാണ് പ്രയോജനപ്പെടുന്നത്? നമ്മൾ എപ്പോഴാണ് അതിൽ വിശ്വസിക്കുന്നത്. പക്ഷെ വിശ്വസിക്കുമ്പോൾ എപ്പോഴും ഒരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? ഈ ചുണ്ടുകൊണ്ട് ചൊല്ലിയാൽ വിശ്വാസത്തിൻ്റെ ഫുൾ സ്വിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പം ഹെബ്രായർ 4:2 എന്താ പറയണത്? എന്ന് പറഞ്ഞ് അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവരതിൽ വിശ്വസിച്ചില്ല. അപ്പം ദൈവം എപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് എപ്പോഴും ഒരു ഇൻട്രോഗേറ്റീവ് മോഡിലായിരിക്കും. നീ വിശ്വസിച്ചിട്ടുണ്ടോ? കാര്യം അപ്പം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിഷയം, ദൈവമേ സത്യമായി ഞാനിത് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയണം. പക്ഷെ പറഞ്ഞാൽ ദൈവം ഏക്കത്തില്ല. അതാണ് കുഴപ്പം. സത്യമായി ഞാനിത് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ജ്ഞാനസാനമൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് ജ്ഞാനസാനത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, നമ്മൾ വിശ്വാസം പറയുന്നു, അല്ലേ? പറയുന്നു. പക്ഷെ പറയുമ്പോഴുണ്ടാകുന്നൊരു പ്രോബ്ലം, അതിൻ്റെ ഒരു പ്രൈമറി ഘട്ടം മാത്രമാണ്. എന്താ കാര്യം? നമ്മൾ ജ്ഞാനസ്ഥാനത്തോടെ വിശ്വാസം പറഞ്ഞാലും ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മളതിനെക്കുറിച്ച് അറിയുമ്പോഴേ, മച്ചുറാകുമ്പോഴേ നമ്മളത് പ്രാവർത്തികമാക്കുമെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. പ്രാവർത്തികമാക്കിക്കൊള്ളാം എന്ന് നമ്മൾ ജാമ്യത്തിലാണ് നമുക്ക് ജ്ഞാനസ്ഥാനത്തിലൂടെ രക്ഷയുടെ കവാടം തുറന്നു തന്നിരിക്കുന്നത്. മനസ്സിലായ? കാരണം വിശ്വാസത്തിന് പറച്ചിൽ കൊണ്ട്, ഇപ്പോൾ നീ പിശാചിനെ ഉപേക്ഷിക്കുന്നു, ഞാൻ ഉപേക്ഷിക്കുന്നു, അത് പറച്ചിലല്ലേ?
നീ കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുന്നുവോ? അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. അത് പറച്ചിലല്ലേ? അത് നീ നിനക്ക് വേണ്ടി നിൻ്റെ മാതാപിതാക്കന്മാർ കുഞ്ഞുനാളിൽ അത് ഏറ്റുപറയുന്നു. പക്ഷേ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ വചനം പ്രയോജനപ്പെടുന്നത് നമ്മളത് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ്, പറയുന്ന ഓരോ വചനങ്ങളും നടപ്പിലാക്കുമ്പോഴാണ് അത് നമുക്ക് പ്രയോജനപ്പെടുന്നത്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കണ്ടൻറ്റ് പ്രവർത്തിക്കുകയാണ്, പറച്ചിലിനല്ല. ഇവിടെയാണ് ഉടമ്പടി ലിഫ്റ്റ് ചെയ്യാൻ കാരണം. ഉടമ്പടി ഇത്ര പെട്ടെന്ന് 10,000 സാക്ഷ്യം പറഞ്ഞത് എന്തുകൊണ്ടാണ്? 10,000 സാക്ഷ്യങ്ങൾ. ഈ ട്രോള് എന്തുമാത്രം ഉള്ളത്? വല്ല നടക്കുമോ? ഒന്നും നടക്കത്തില്ല. കാര്യം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. കാര്യം കൃപാസനത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ലക്ഷക്കണക്കിന് മനുഷ്യന് ആധ്യാത്മിക അനുഭവമാണ്, അല്ലാതെ ആശയപരമായിട്ടുള്ള ഒരു വിഷയമല്ല. ദൈവത്തെ ഇതിലൂടെ അനുഭവിച്ചവർ ലക്ഷക്കണക്കിന് മനുഷ്യരുള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടൊരു കഥയുമില്ല. എന്താണ്? ഇന്നെവിറ്റബിൾ ഡിഫിറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദ റിയൽ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയോളജിയൊക്കെ എല്ലാം യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ഇങ്ങനെ വിറങ്ങലിച്ച് നിന്ന് പരാജയപ്പെടും. എന്താ കാര്യം? അതാണ് അനുഭവം ജനങ്ങളുടെ കാര്യം. അനുഭവം ഇവിടുന്ന് വന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള സത്യാവസ്ഥയിലുള്ള സത്യസന്ധമായ സമർപ്പണത്തിലൂടെയാണ് ഒരു വ്യക്തിക്ക് അനുഭവം ഉണ്ടാകുന്നത്. കൈയടിച്ച് ജ്ഞാനസ്ഥാനത്തിലൂടെ നീ അറിയാതെയോ മുതിർന്നപ്പോഴെ പെസക സന്ധ്യയിൽ നീ അറിഞ്ഞോ ദൈവതിരുസന്നിധിയിൽ കൊടുത്ത വ്രത നവീകരണങ്ങളുണ്ട്, വ്രതവാഗ്ദാനങ്ങളുണ്ട്, ജ്ഞാനസ്ഥാന വാഗ്ദാന നവീകരണങ്ങളുണ്ട്. അതിൻ്റെ സത്യസന്ധതയിലെ ഒരു റിസപ്റ്റീവ് മോഡലിൽ നിന്ന്, അതായത് നമ്മളത് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് അത് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് നിനക്ക് ഉടമ്പടി അവസരങ്ങൾ നൽകുന്നത്. അതുകൊണ്ടാണ് ദൈവം ഇതിനെ മാനിക്കണത്. ദൈവ ഉടമ്പടിയെ മാനിക്കണമുണ്ടാണ് നമുക്ക് സാക്ഷ്യം വരണത്. മാനിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം സത്യസന്ധമായി. ഇപ്പം സത്യസന്ധമായി എന്ന് പറയാൻ കാര്യം എന്താണ്? ഇപ്പം യാക്കോബിൻ്റെ ലേഖനം 2:17 വായിച്ച് ശ്രുതികടെ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം. പറഞ്ഞേ യാക്കോബ് 2:17 എന്താ പറയണത്? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അപ്പൊ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ നിർജീവമായിട്ടിരിക്കേ ഉള്ളൂ. കർത്താവ് നിങ്ങളെ ചൊല്ലിക്കൊണ്ട് നിർജീവമാക്കാൻ വേണ്ടി വിളിച്ചതല്ല. ഈശോ എന്തിനാണ്? യോഹന്നാൻ 10:10 എന്താ പറയണത്? ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞേ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. കൈയടിച്ച് പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ഉടമ്പടി നിങ്ങൾക്ക് ജീവൻ നൽകുന്നു. പിന്നെന്താ ചെയ്യണത്? സമർത്ഥമായി നൽകുന്നത്. എന്താ കാരണം? വിശ്വാസം ചൊല്ലണ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറ്റുകയാണ്. കാരണം എന്താണ്? അത് യാക്കോബ് 2:17 ഒന്നിന് വായിച്ചേ. യാക്കോബ് 2:17 പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം. പറഞ്ഞേ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ഇപ്പൊ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നാലേ വിശ്വാസത്തിന് എന്താ പറ്റും? അത് നിർജീവമായിരിക്കും. ഈശോ വന്നത് എന്തിനാണ്? നിർജീവമായിരിക്കാനാണോ? അല്ല. അതെന്താണ്? ഞാൻ വന്നിരിക്കുന്നത് യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. ജീവൻ സമൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്താണ്? പ്രവൃത്തിയാണ്. കൈയടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടി ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, പിന്നെ എന്തിൻ്റെ പ്രാർത്ഥനയാണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതാണ് അവൻ പറയണത് പോലെ ചെയ്യുവിൻ. അതാണ്, ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോഴേ കർത്താവിൻ്റെ മനസ്സ് സ്വപ്നം എന്താണ്? വചനം എല്ലാവരും നിവൃത്തിയാക്കിക്കൊണ്ട് ജീവൻ സമൃദ്ധിയിലേക്ക് വന്ന് മഹിമ പ്രാപിക്കണമെന്നുള്ളതാണ് നിത്യത വരിക. അതാണ് എൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ അതിന് ഈശോ പറഞ്ഞ ന്യായമുണ്ട്. എന്താണ് ഈശോ പറയണത്? എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനക്ഷമനാണ്. ഞാനും ഒന്ന് പറഞ്ഞേ ആ വചനടുത്തെ. എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനക്ഷമനാണ്. ഞാനും പ്രവർത്തിക്കുന്ന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് യോഹന്നാൻ 5:17 യേശു അവരോട് പറഞ്ഞു എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്. ഞാനും പ്രവർത്തിക്കുന്നു. അപ്പൊ പ്രവർത്തിക്കാൻ തന്നെയാണ് ഈശോയും നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇപ്പൊ കൃപാരോയുടെ സാക്ഷ്യം എന്താണ്?
കൃപാറോയി എല്ലാം C+ അടിച്ചു, ഉടമ്പടി എടുത്തപ്പോൾ കുറച്ച് ഹൈക്ക് കിട്ടി. അപ്പോഴവൾക്ക് മനസ്സിലായി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ സത്യസന്ധമായിട്ട് ദൈവത്തിൻ്റെ മുമ്പ് നിന്നാൽ കർത്താവിൻ്റെ ഈ വിഷയത്തിൽ ഇടപെടുമെന്നറിയാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മെറിറ്റ് കുറവ്. ഇപ്പം നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു വിഷയം നമ്മുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസമോ ചില സമയത്ത് അത് അഹന്തയായിട്ട് വരെ വരാം. ആത്മവിശ്വാസത്തിൻ്റെ കുഴപ്പമുണ്ടേ. ആത്മവിശ്വാസം മൂത്ത് കഴിഞ്ഞാൽ അമ്പഴങ്ങ മൂക്കണ പോലെ ഇരിക്കും. അമ്പഴങ്ങ എപ്പോഴും നല്ലത് അല്ലേ, അതിന് ഇളം പ്രായത്തിലാണ് നല്ലത്. അപ്പം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചകിരിയായി പോകും. ആത്മവിശ്വാസത്തിന് ഇതുവരെ സംഭവിക്കും. ആത്മവിശ്വാസം നല്ലതാണ്, അല്പം അത് മൂത്ത് കഴിഞ്ഞാൽ ചകിരിയായി പോകും. എന്താണ്? അഹന്തയായി പോകും. അത് നിങ്ങൾ നോക്കണത്. എല്ലാവർക്കും ഉള്ള കുഴപ്പം ഇതാണ്. അതായത് അത് അഹന്തയായി പോകും. അഹന്തയായി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും പരിശുദ്ധാത്മ പ്രവർത്തിക്കത്തില്ല. അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഏതെങ്കിലും വിഷയത്തിലുള്ള ആത്മവിശ്വാസം അഹന്തയായി രൂപാന്തരപ്പെട്ട് എന്നിലെ ആത്മാവിന്റെ പ്രവർത്തനം പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ എന്നെ ഏറ്റെടുക്കണമേ, വിശുദ്ധീകരിക്കണമേ, നവീകരിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്താ വിഷയം? ഉടമ്പടി മുഴുവനും വർക്ക് ചെയ്യണത് 80% കർത്താവിൻ്റെ വാഗ്ദാനം നമ്മൾ പ്രാപിക്കണത് പ്രവൃത്തി കൊണ്ടാണ്. അപ്പോഴേ കൃപാറോയി ഇപ്പോൾ എന്നാ ചെയ്യാൻ പോണത്? കൃപാജോയി കുറച്ച് ഹൈക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ മനസ്സിലാക്കി ഉടമ്പടിയുടെ വഴിയെ സഞ്ചരിച്ചാൽ കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞ് അവൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് ദൈവം അവളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നുള്ള ആന്തരിക ബോധ്യം കിട്ടി. ഈ ആന്തരിക ബോധ്യം നിങ്ങളുടെ ഈ ഉടമ്പടി കാര്യങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന ആന്തരിക ബോധ്യങ്ങൾ എപ്പോഴും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കളയണം. രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ എന്താണ് ഉള്ളിൽ സംഭവിക്കുന്നത്? നെവിൻ ജോസഫ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞു. അയാളൊരു IT സയൻറ്റിസ്റ്റാണ്. അയാളൊരു പരീക്ഷയ്ക്ക് തോറ്റപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് എന്താണെന്ന് അറിയാമോ? പരീക്ഷയ്ക്ക് തോറ്റു അയാൾ. അപ്പം ലൈഫ് പോയി ജോലി പോകുന്ന ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ അയാൾ പറയണത് എനിക്കത് ഫീൽ ചെയ്തില്ല എന്നാണ് പറയണത്. അതിന് പകരം എനിക്ക് ഹൃദയത്തിൽ സന്തോഷം തോന്നിയെന്ന്. ദാറ്റ് മീൻസ് ഈ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ദൈവം അല്ല പ്രവർത്തനം, ജഡമാണ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് നിരാശ തോന്നും പരാജയം വരുമ്പോൾ. അപ്പോൾ പരാജയം വരുമ്പോൾ നിങ്ങൾ നിരാശയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ജഡത്തിലാണ് ആയിരിക്കണമെന്ന്. ഈ ജഡ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ വചനം കേൾക്കുകയും ഉടനെ നവീകരിച്ച് വിശുദ്ധീകരിച്ച് സുവിശേഷ ശുശ്രൂഷയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിതാക്കുകയും ചെയ്യുന്ന കാര്യം ഈ ജഡത്തിൻ്റെ കത്തിപ്പിടുത്തം ഒന്ന് നിർവീര്യമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്നാ സംഭവിച്ചത്? ആ പരീക്ഷയ്ക്ക് തോറ്റു. ഇനി രസമുണ്ട്. ഇനി രണ്ടാമത്തെ പരീക്ഷ അയാൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് നിസ്സാരമാണ്. കാരണം ശമ്പളം എന്ന് പറഞ്ഞാൽ 2 ലക്ഷം വരെയാണ്. അത് പോയി കഴിഞ്ഞാൽ ആ കോപ്പറേറ്റീവ് നിന്ന് ഇറങ്ങേണ്ടി വരും, കുഞ്ഞുങ്ങളെ പട്ടിണിയാവും. അതായത് അതിങ്ങനെ ഒരു പ്രത്യേക ഗെയിമാണല്ലോ ഇന്നത്തെ ജീവിതമൊക്കെ മനുഷ്യനെ. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഇല്ലാത്ത പോക്കാണ്. പക്ഷേ ഈ പരീക്ഷ, രണ്ടാമത്തെ പരീക്ഷ അവസാനത്തെ ഓപ്ഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകും. ഓരോ നിമിത്തങ്ങൾ സംഭവിക്കണേണ്ടല്ലേ. അപ്പം നിങ്ങളുടനെ നാശം എന്ന് പറഞ്ഞ് ലോകത്തെയും ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെയും പരീക്ഷാ ഹോളിൽ ഇരിക്കുന്ന അവിടെ തന്തൊക്കെ വിളിച്ച് അവിടെ ഇരുന്ന് ഈ ജഡത്തിലുള്ള ആൾക്കാരുടെ ജഡത്തിൽ അങ്ങനെ ജഡം, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം ഫലശൂന്യമാണ്. ആ വചനമെടുത്തേ ആത്മാവാണ് ജീവൻ നൽകുന്നത്. 6:63 യോഹന്നാൻ 6:63 യോഹന്നാൻ. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പൊ ഈ ജഡം ഫലശൂന്യമാണ്. അപ്പോൾ എന്താ സംഭവം? നമുക്കറിയാമല്ലോ, നമ്മൾ ജഡാരൂപിയിലാണ് നയിക്കപ്പെടുന്നതെങ്കിലേ ഉടമ്പടിയിലൂടെ വരുമ്പോൾ നമ്മുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാര്യം സിമ്പിളി ഒരു പ്രാർത്ഥന ചൊല്ലണ ഒരവസ്ഥയിൽ നിന്ന് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അതനുസരിച്ച് ജഡാരൂപിയിൽ നിന്ന് നമ്മൾ ദൈവാരൂപിയിലേക്ക് കൺവേർട്ട് ആകും. അതുകൊണ്ടാണ് ഈ നെവിൻ ജോസഫിൻ്റെ സാക്ഷ്യം കണ്ടില്ലേ, അയാൾ ഭയങ്കര ടെൻഷനിലാണ് ഇരിക്കുന്നത്. അമേരിക്കൻ ബാങ്കാണ്, IT സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പുതിയ സോഫ്റ്റ്വെയറിനെതിരെയുള്ള പരീക്ഷയാണ്. അതിൽ നിന്ന് അല്പം മിസ്റ്റേക്ക് ഉണ്ടായാൽ അയാൾ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ഇറങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുതിയ തലമുറ കയറും. അയാൾക്ക് ഏജിൻ്റെ പ്രശ്നമുണ്ട്, 40 വയസ്സുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും കോർപ്പറേറ്റുകൾ അങ്ങനെയല്ല ചെയ്യണത്. 35 കഴിഞ്ഞാൽ പിന്നെ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പുതിയ ടെസ്റ്റൊക്കെ ഇട്ട് നമ്മളെ പുറത്താക്കും. ടെസ്റ്റിൻ്റെ ഉദ്ദേശം എന്താണ്? പുറത്താക്കാൻ വേണ്ടിയാണ്, പുതിയ ചെറുപ്പക്കാരെടുക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ അയാളുടെ ലൈഫ് ഒരു ത്രെട്ടണിങ്ങിൻ്റെ സ്റ്റേജിലാണ്. അതിനിടയ്ക്കാണ് രണ്ടാമത്തെ പരീക്ഷയ്ക്ക് കറണ്ട് പോകുന്നത്. കറണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ജഡമാണ്
നമ്മളെ നയിക്കണമെങ്കിൽ, ജഡമാണ് നമ്മൾ നയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ തന്തയ്ക്ക് വിളിക്കും, പരീക്ഷ കോളിൽ ചോദിക്കാമോ ജനറേറ്റർ വാങ്ങിക്കാൻ പറഞ്ഞാൽ ഇവനൊക്കെ എന്നാ ഇവിടുത്തെ പരീക്ഷയ്ക്ക് എടുത്തുകാർ ഇവരൊക്കെ ചുമ്മാ മനുഷ്യൻ്റെ ജീവിതം വെച്ച് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും. പക്ഷേ ഈ മനുഷ്യൻ എന്താ ചെയ്യണത്? ഇയാളെ ജഡമല്ല നയിക്കണത്. അയാൾ പറയുന്നത് കറണ്ട് പോയപ്പോൾ ഞാൻ ജോമാല ചെല്ലാൻ തുടങ്ങിയെന്ന്. പ്രീസലോട് കറണ്ട് വരുന്നവരെയുള്ള സമയമുണ്ടല്ലോ, ഒരു ജോമാല ചെല്ലാനുള്ള സമയം തന്ന കർത്താവിന് നന്ദിയെന്ന്. ഇതാണ് ജഡമെന്ന്. ജഡത്തിൽ നിന്ന് മാറി ആത്മാവിലേക്ക് വരണം. കണ്ടാ, പെയ്തിറങ്ങുക, പുച്ഛം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് നിരാശപ്പെടുക, പെയ്ത് പെറുക്കുക, അതൊക്കെ ജഡാരൂപിയാണ്. ഈശോ എപ്പോഴും ചോദിക്കേണ്ട ചോദ്യമുണ്ട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും ഈശോ ചോദിക്കണത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, എന്താണ്, എന്ത് അരൂപിയാണ് നിങ്ങളെ നയിക്കണത്? അതാണ് വിഷയം. ആ സമരക്കാരുടെ കേസ് എടുത്താണ് ഈശോ പറഞ്ഞത്. 9:55 ടിപ്പണിയിലുണ്ട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, ലുക്കാൻ്റെ സുവിശേഷം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ മനുഷ്യനെ, ഈ നെവിൻ ജോസഫിനെ നയിക്കണത് എന്താണ്? ജഡാരൂപിയല്ല, പിന്നെ എന്താണ്? പരിശുദ്ധാരൂപിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഒരു വിപത്ത്. നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ കാറ്റും കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയാൽ തന്നെ ആൾക്കാർ തന്തയ്ക്ക് വിളിക്കും. അതല്ല പ്രശ്നം. ഇത് പരീക്ഷ ഓപ്ഷൻ ഇല്ലാത്ത ഒരു വിഷയം ഇടപെടുമ്പോഴാണ് കറണ്ട് പോണത്. ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ ചെയ്യണത്? അവനുടനെ ഡിവൈൻ മെനുവിലേക്ക് ചെല്ലും, കർത്താവിൻ്റെ മേഖലയിലേക്ക്. അതാണ് ഇത് ആത്മാവിൽ നവീകരിക്കപ്പെട്ട ആളൊരു ഗുണം. ഇതാണ് ചില ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ വർക്ക് ചെയ്യും. ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ അത് ഉടനെ ആ ഒരു സമയം 0 ഹവറാണ് കർത്താവുമായിട്ട് കണക്ട് ചെയ്യാൻ പരിശുദ്ധാത്മ പറയും. നൗ യു പ്രേ മൈ സൺ എന്ന് പറയും. കറണ്ട് പോയതാണ് വിഷയം, പക്ഷേ നൗ യു പ്രേ മൈ സൺ, നീ എൻ്റെ ദൈവപൈതരെ നീ ഇപ്പോൾ പ്രാർത്ഥിക്കുക, നിൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ്. ഒരു പക്ഷേ ഈ കറണ്ട് വരെ ഓഫ് ചെയ്തിരിക്കുന്ന കർത്താവായിരിക്കാം നിന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനും ഇപ്പം നിനക്കൊരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനമാണ്. അതുകൊണ്ട് നീ സ്തുതിക്കണമെന്ന് പറയും. അതാണ് ക്ലേശങ്ങളിൽ സ്തുതിക്കാൻ കഴിഞ്ഞാൽ നീ നിന്നെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് നിശ്ചയമായും പറയാം. കൈയിടിച്ച് കർത്താവിനെ